ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 4ാം ടെസ്റ്റിൽ ടീമിനെ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി ടെസ്റ്റ് ടീം സമഗ്രമായൊരു അഴിച്ചുപണിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ്. ക്യാപ്റ്റൻസിയിൽ ഉൾപ്പെടെ ഇവിടെ മാറ്റങ്ങൾ വരുമെന്ന് തന്നെ നേരത്തെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ടെസ്റ്റ് പരമ്പരയിൽ ടീമിന്റെ നിരാശപ്പെടുന്ന പ്രകടനം ഇവിടെ ക്യാപ്റ്റൻസിയിൽ ഉൾപ്പെടെ ഒരു മാറ്റത്തിനായി ടീം ഇന്ത്യയെ നിർബന്ധിതരാക്കുകയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോരാ എന്നുള്ള വാദമാണ് ഇതിന് മുന്നോടിയായി ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിത് ശർമ്മ സ്ഥാനമൊഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തേക്ക് ജസ്പ്രീത് ബുംറയുടെ പേര് തന്നെയാണ് നേരത്തെ വന്നിരുന്നത്. എന്നാൽ രോഹിത്തിന് പകരം പുതിയ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുക മറ്റൊരു താരമായിരിക്കും എന്നുള്ള ശ്രദ്ധേയമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ടീം അംഗങ്ങൾക്കിടയിൽ മിസ്റ്റർ ഫിക്സിറ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സീനിയർ താരം ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതിനായി തയ്യാറായിട്ടുണ്ട് എന്നും അദ്ദേഹമായിരിക്കും അടുത്ത ടീം ഇന്ത്യയുടെ നായകനായി എത്തുക എന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹമായിരിക്കും ടീം ഇന്ത്യയുടെ നായകനായി എത്തുക എന്നുള്ള സൂചനകളാണ് എത്തുന്നത്. എന്നാൽ ഇത് മറ്റാരുമല്ല, ടീമിലെ സീനിയർ താരമായ വിരാട് കോഹ്ലിയാണ് എന്നും രോഹിതിന്റെ ശേഷം കോഹ്ലി വീണ്ടും ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനത്തേക്ക് എത്തുമെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ചില യുവതാരങ്ങളുടെ കഴിവിൽ ഈ താരം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും അവർക്ക് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതിനുള്ള പക്വത എത്തുന്നതുവരെ ഇടക്കാല നായകനാകാനായി താൻ തയ്യാറാകുമെന്നുമാണ് സീനിയർ താരം ടീം മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി രോഹിത് ശർമ്മ സ്ഥാനമൊഴിഞ്ഞാൽ പകരക്കാരനായി വിരാട് കോഹ്ലി ആയിരിക്കും ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.